ഉലൂകനോട് അർജുനനും സംസാരിക്കുന്നു. സ്വന്തം വീര്യം കൊണ്ട് ശത്രുക്കളെ പോരിന് വിളിച്ച് ഭയം കൂടാതെ അത് നിറവേറ്റുന്നവനാണ് ക്ഷത്രിയൻ. പക്ഷേ മറ്റുള്ളവരുടെ വീര്യത്തെ ആശ്രയിച്ച് ശത്രുക്കളെ പോരിന് വിളിക്കുന്നവൻ ഭീരുവാണ്, നീചനും. ദുര്യോധന, നീയൊരു ക്ഷത്രിയനെപ്പോലെ മുന്നിൽ വന്ന് പൊരുതുക. ആദ്യ ദിവസം തന്നെ നീ വധിക്കപ്പെട്ടാൽ മറ്റുള്ളവർ രക്ഷപ്പെടുമല്ലോ. അർജുനൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണനും സംസാരിച്ചു തുടങ്ങി. നാളെ യുദ്ധം തുടങ്ങുകയല്ലേ, അപ്പോൾ എല്ലാം വ്യക്തമാകും. ഞാൻ അർജുനൻ്റെ തേരാളിയാണ്. യുദ്ധഭൂമിയിൽ നീ വരുമ്പോൾ എല്ലാം ഒന്നൊന്നായി നിനക്ക് മനസ്സിലാകും. ദുര്യോധനൻ്റെ ദുർവാക്കുകൾ ഉലൂകൻ പറഞ്ഞത് കേട്ട് എല്ലാവർക്കും കോപം ആളിക്കത്തുകയാണ്. ദുര്യോധനൻ്റെ അവിവേകം മൂലം യുദ്ധത്തിലൂടെ സർവനാശം സംഭവിക്കുമല്ലോ എന്നോർത്തപ്പോൾ യുധിഷ്ഠിരന് വീണ്ടും ദുഃഖം തോന്നുന്നു. എങ്കിലും അദ്ദേഹം ഉലൂകനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. ഉലൂകൻ ദുര്യോധനൻ്റെ അടുത്ത് മടങ്ങിയെത്തി. പാണ്ഡവർ പറഞ്ഞ മറുപടികൾ അതേപടി ദുര്യോധനനെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു.